الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن الإنسان خلق هلوعا إذا مسه الشر جزوعا وإذا مسه الخير منوعا إلا المصلين الذين هم على صلاتهم دائمون. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, നമ്മെ ഏവരെയും സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ പടച്ച സർവശക്തനായ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിൻ്റെ 5 തൂണുകളിൽ രണ്ടാമത്തേതായ നമസ്കാരത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുത്ബയിൽ നാം ചർച്ച ചെയ്തത്. വിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തെ സൂചിപ്പിക്കുന്ന സ്വലാത്ത്, സ്വലവാത്ത്, സ്വല്ല, സ്വല്ലി, സ്വല്ലു തുടങ്ങിയ വാക്കുകൾ ഏതാണ്ട് 99ഓളം സ്ഥലങ്ങളിൽ ഖുർആനിൽ നമസ്കാരത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഇത്തരം പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ തന്നെ അത്രത്തോളം ആവർത്തിച്ചതിൽ തന്നെ ആ ഇബാദത്തിന്റെ മഹത്വം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാകും. ബുദ്ധിയും ബോധവുമുള്ള പ്രായപൂർത്തിയെത്തിയ ഓരോ മനുഷ്യനും നിർബന്ധമായ ഒരു ഇബാദത്തായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരാൾക്ക് ബുദ്ധി ഇല്ലെങ്കിൽ അവന് നിസ്കാരം ബാധകമല്ല. ഒരാൾക്ക് അപകടമോ മറ്റോ സംഭവിച്ച് ബോധം പോയാൽ അയാൾക്ക് നിസ്കാരമില്ല. പ്രായപൂർത്തി എത്തിയിട്ടില്ലെങ്കിലും അവർ ചെയ്യുന്നതിന് അവർക്ക് പ്രതിഫലം കിട്ടും എന്നതല്ലാതെ അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ശിക്ഷയില്ല. പ്രായപൂർത്തി എത്തിയ ബുദ്ധിയുള്ള ബോധമുള്ള എല്ലാ മനുഷ്യർക്കും നിർബന്ധമായിട്ട് ഒരു ഇളവും അള്ളാഹു അത് നിർവഹിക്കുന്നതിൽ ജംഉ, ഖസ്ർ തുടങ്ങിയ സമയങ്ങളും അത് റക്അത്ത് ചുരുക്കലും മറ്റുമൊക്കെയായി ബന്ധപ്പെട്ട് ഇളവുകളല്ലാതെ ഒഴിവാക്കാൻ ഒരു ഇളവും നൽകിയിട്ടുമില്ല. അങ്ങനെ നൽകുകയായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ അത് അനുവദനീയമായിരുന്നുവെങ്കിൽ, ഒഴിവാക്കുക എന്നത് അനുവദനീയമായിരുന്നുവെങ്കിൽ യുദ്ധരംഗത്തെങ്കിലും അത് ഒഴിവാക്കി കൊടുക്കേണ്ടതായിരുന്നു.
കാരണം യുദ്ധം എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി എതിരാളികളോട് ജീവൻ പണയം വെച്ച് പോരാടുന്ന ഏർപ്പാടാണല്ലോ. ആ സമയത്ത് പോലും അള്ളാഹു നിസ്കാരം ഒഴിവാക്കി കൊടുത്തില്ല. ഖുർആൻ കൃത്യമായിട്ട് യുദ്ധസമയത്ത് എങ്ങനെ നിസ്കരിക്കണമെന്ന് പഠിപ്പിക്കുക ഖുർആനില്. ശത്രു നമ്മുടെ മുൻഭാഗത്തായി വരുമ്പോ അന്നത്തെയൊക്കെ യുദ്ധം എന്ന് പറഞ്ഞാല് യുദ്ധക്കളത്തിൽ ഇറങ്ങി ഒന്നുകൊണ്ടുള്ള ഫൈറ്റിംഗ് ആണല്ലോ രണ്ട് വിഭാഗം തമ്മിൽ. ഇന്നത്തെ പോലെ ബോംബും മറ്റു സംവിധാനങ്ങളൊന്നും അല്ലല്ലോ. ആ യുദ്ധക്കളത്തില് ശത്രു നേരെ മുൻഭാഗത്തായിരിക്കും എങ്ങനെ നിസ്കരിക്കണം, ശത്രു സൈഡിലോ പിൻഭാഗത്തോ ഒക്കെ ആകുമ്പോ എങ്ങനെ നിസ്കരിക്കണം. ഇനി യുദ്ധക്കളത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, യുദ്ധം നിന്നിട്ടില്ല, അവിടെ നിർത്തി നിസ്കരിക്കാൻ പോകാൻ പറ്റൂല, അങ്ങനെയുള്ള സന്ദർഭമാണെങ്കിൽ എങ്ങനെ നിസ്കരിക്കണം. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആനിലും ഹദീസുകളിലും. എന്ന് പറഞ്ഞ ആ ഇബാദത്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒഴിവാക്കാനും അള്ളാഹു അനുവദിക്കുകയാണെങ്കിൽ ശരിക്കും ആ ഘട്ടത്തിൽ അനുവദിക്കണ്ടേ. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ നിസ്കരിക്കാൻ പറ്റുക ഞങ്ങൾ അങ്ങനെ നിസ്കരിക്കാനാ. അപ്പൊ വെട്ടുന്നുണ്ടാവും, തടുക്കുന്നുണ്ടാവും, അതൊക്കെ ചെയ്യുന്നുണ്ടാവും, അക്കൂട്ടത്തിൽ നിസ്കരിക്കുന്നുണ്ടാവും. അങ്ങനെ നിസ്കരിക്കാനാ. യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, നിസ്കാരത്തിന്റെ സമയം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുകയാണെങ്കിൽ യുദ്ധക്കളത്തിൽ എങ്ങനെയാണോ സാധിക്കുക അങ്ങനെ നിസ്കരിക്കണം. അത്രത്തോളം ഇപ്പൊ നമുക്കൊക്കെ അറിയാം, ഒരാൾ രോഗിയായിട്ട് നിൽക്കാൻ പോലും കഴിയില്ലെങ്കിൽ ആൾ ഇരുന്ന് നിസ്കരിക്കണം. ഇനി ഇരിക്കാനും കഴിയില്ലെങ്കിൽ കടന്ന് നിസ്കരിക്കണം. അവയവങ്ങളൊന്നും ചലിപ്പിക്കാൻ കഴിയില്ല, കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചെങ്കിലും നിസ്കരിക്കണം എന്ന്. അപ്പൊ നമുക്ക് മനസ്സിലാവും അള്ളാഹു എത്രത്തോളം ആ ഇബാദത്തിന് പ്രാധാന്യം നൽകും. കാരണം എന്താ ചോദിച്ചാല് ഇത് നമ്മുടെ സൃഷ്ടാവും നമ്മളും തമ്മിലുള്ള ഒരു ഹൃദയ ബന്ധമാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. പടച്ചോനായിട്ടുള്ള നമ്മുടെ മാനസിക ബന്ധമാണ്. ആ ബന്ധങ്ങൾ മുറിക്കരുത് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു ഘട്ടത്തിൽ ഒഴിവാക്കരുത് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളെ പടച്ചോനെ, നമ്മളെ സൃഷ്ടാവായിട്ടുള്ള ഹൃദയബന്ധം, ആ ബന്ധം ഒരിക്കലും നിങ്ങൾക്ക് ഇല്ലാതായി പോകാൻ പാടില്ല എന്നുള്ളവർക്കാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്ക് ശ്രദ്ധയോടുകൂടി ബോധത്തോടുകൂടി നിസ്കരിക്കുന്നവരെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരവരുടെ നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ്. നമ്മൾ പറഞ്ഞ എല്ലാം നിലക്കും അള്ളാഹ്ക്ക് അങ്ങോട്ട് കീഴൊതുങ്ങുക, മനസ്സും ശരീരവും അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ മാത്രം നിസ്കാരത്തിൽ. അതാ കീഴൊതുങ്ങുക, ഭയഭക്തി, കീഴൊതുക്കം എന്നൊക്കെ പറഞ്ഞാൽ അതാ നിസ്കാരത്തിൽ ഖുശൂ ഉള്ള ആളുകൾ. നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവണമെങ്കിൽ ശരിക്കും നമ്മള് ആ നിസ്കാരത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് ചെല്ലുന്നത് എന്ന് നമുക്ക് അറിയണം. അങ്ങനെയാണെങ്കിൽ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുള്ളൂ. വിശുദ്ധ ഖുർആനില് മദ്യപിച്ചുകൊണ്ട് നിസ്കരിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞു. അത് നമുക്കറിയാലോ, ഇസ്ലാം സമൂഹത്തെ അല്ലെങ്കിൽ അള്ളാഹു സമൂഹത്തെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗദർശനത്തിലൂടെ മാറ്റിയെടുക്കുന്നത് പടിപടിയായിട്ടാണ്. മദ്യത്തിനും പെണ്ണിനും മറ്റെല്ലാ വൃത്തികേടുകൾക്കും അടിമപ്പെട്ട ഒരു സമൂഹത്തെ ആദ്യങ്ങൾ നിസ്കരിക്കാൻ വരുമ്പോ കുടിക്കരുത് എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഘട്ടം അതല്ല. ഫസ്റ്റ് ഘട്ടം മദ്യം നിഷിദ്ധാക്കുന്നത് അത് നിങ്ങൾക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണെന്ന് ഒരു ബോധവൽക്കരണം ഫസ്റ്റ് നടത്തിയത്. രണ്ടാം ഘട്ടം നിങ്ങൾ നിസ്കരിക്കാൻ വരുമ്പോ കുടിക്കരുത്, നിസ്കാരത്തിന്റെ സമയമാകുമ്പോ കുടിക്കരുത് എന്നാണ് രണ്ടാം ഘട്ടം. അതിന്റെ അത് ആ നിലക്ക് തന്നെ എല്ലാ കാലത്തും പ്രായോഗികമാക്കുള്ളൂ. അതുകൊണ്ട് ആ ഘട്ടങ്ങളൊക്കെ ഖുർആൻ 3 ഘട്ടവും ഖുർആൻ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആദ്യത്തെ 2 ഘട്ടം ഖുർആനിൽ പറയേണ്ടിയില്ല, മൂന്നാമത്തെ ഘട്ടം അത് ഹറാമാക്കിയ ഘട്ടം പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ ഇങ്ങനെ മദ്യത്തിന് അടിമപ്പെട്ട വ്യക്തികളെയും മദ്യത്തിന് അടിമപ്പെട്ട സമൂഹത്തെയൊക്കെ നമ്മള് അവര് പ്രബോധനം നടത്തുമ്പോൾ അല്ലെങ്കിൽ അവരെ സംസ്കരിക്കുമ്പോൾ സ്വീകരിക്കേണ്ടുന്ന രീതി എന്നുള്ള പടിപടിയായിട്ടുള്ള മാറ്റേ പറ്റുള്ളൂ എന്നുള്ള ഖുർആൻ ആ 3 ആയത്തും പറഞ്ഞു. അപ്പൊ രണ്ടാം ഘട്ടം പറഞ്ഞപ്പോ ഖുർആൻ വലാ തഖറബുസ് സ്വലാത വഅൻതും സുകാറാ ഹത്താ തഅലമൂ മാ തഖൂലൂൻ. വലാ തഖറബുസ് സ്വലാ, നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്, വഅൻതും സുകാറാ, ലഹരിയുള്ളവരായിക്കൊണ്ട്. രണ്ടാം ഘട്ടം കേട്ടോ അത്. ഇപ്പൊ ഈ ആയത്ത് ഓതിക്കൊണ്ടിരിക്കാൻ മുമ്പേ കുടിക്കാൻ പറ്റാത്തുള്ളൂ എന്ന് പറയാൻ വേണ്ടി അല്ല അത് പറയുന്നത്. വലാ തഖറബുസ് സ്വലാത വഅൻതും സുകാറ, നിങ്ങൾ ലഹരിയുള്ളവരായിക്കൊണ്ട് നിസ്കരിക്കാൻ നിൽക്കരുത്, ഹത്താ തഅലമൂ മാ തഖൂലൂൻ. എന്നിട്ട് അതിന് കാരണം പറഞ്ഞ എന്താ അറിയോ? നിങ്ങൾ പറയുന്നത് എന്താന്ന് നിങ്ങൾക്ക് അറിയാതെ ആയി പോകുന്നത്. നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് നിസ്കരിക്കാൻ നിന്നാല് പറയുന്നത് എന്താണ് എന്ന് ബോധമില്ലാത്തവരായിക്കൊണ്ടാണ് നിങ്ങൾ നിസ്കരിക്കാന്ന്. അപ്പൊ നമ്മൾ ഇന്നത്തെ സമൂഹത്തിലെ നിസ്കാരക്കാരെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ശരിക്കും ഈ മദ്യപിച്ച് നിസ്കരിക്കാൻ നിൽക്കുന്ന ആൾക്കാരെ പോലെ നമ്മൾ പറയുന്നത് എന്താ നമുക്കറിയോ? നിങ്ങൾ ആ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞു. മൊത്തത്തിൽ സമൂഹത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്.
മൊത്തത്തിൽ നമ്മൾ എന്താ പറയുന്നത് നമുക്കറിയില്ല. അപ്പൊ ശരിക്കും മദ്യപിച്ച് നിസ്കരിക്കാൻ നിൽക്കുന്നവരെ പോലെ തന്നെയുള്ള ഒരു അവസ്ഥയിലാണല്ലോ. അതുകൊണ്ട് നമസ്കാരത്തെ എന്ത് പറയുന്നു, ഞാൻ അള്ളഹാനോട് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയാൻ എല്ലാ നിസ്കാരത്തിലും വളരെ കൃത്യമായിട്ട് ക്ലിപ്തപ്പെടുത്തി പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനയാണല്ലോ ഉള്ളത്. അതുകൊണ്ട് അതൊക്കെ കൃത്യമായി പഠിക്കാൻ വളരെ എളുപ്പമാണ്. 1 മാസമോ 2 മാസമോ ശരിക്കും നമ്മൾ മെനക്കേടേണ്ടി വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിസ്കാരത്തിലെ പ്രാർത്ഥനകൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ നിസ്കാരത്തിൽ തന്നെ പരമാവധി ശ്രദ്ധ നിലനിർത്താൻ പറ്റും. അതുപോലെ തന്നെ നിസ്കാരത്തിൽ ഖുശൂ, ഭയഭക്തി ഉണ്ടാവുകയും ചെയ്യും. നിസ്കാരത്തില് ശ്രദ്ധ തെറ്റിക്കുന്ന ഒരു കാര്യവും ഉണ്ടാവാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സ്വലാത്ത ഫി ഹളറത്തി തആമി. ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, വിശക്കുന്ന വയറുമാണ്, നിസ്കരിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിച്ചാൽ മതി. ലാ സ്വലാത്ത, നിസ്കാരമില്ല, ഫി ഹളറത്തി തആം, ഭക്ഷണത്തിന് മുമ്പില്. റസൂലിനെ പഠിപ്പിക്കുക, നിങ്ങൾ ഭക്ഷണം കഴിച്ച് നിസ്കരിച്ചാൽ മതി. കാരണം ഇത് എങ്ങനെയൊന്നും തീർത്തിട്ട് വേണം ഭക്ഷണം കഴിക്കാനുള്ള ചിന്തയിലാണ് നിസ്കരിക്കാൻ നിൽക്കുക. അതുകൊണ്ട് ഭക്ഷണം ആയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിച്ചാൽ മതി എന്നാ. വിശപ്പുണ്ടെ ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിച്ചാൽ മതി. അതുപോലെ തന്നെ വലാഹുവ യുദാഫിഉഹു അൽ അഖ്ബസാനി, മലമൂത്ര വിസർജനവും നമസ്കാരത്തിന് തടസ്സമാവാൻ പാടില്ല. അത് രണ്ടും നിർവഹിക്കാണ്ട് അത് രണ്ടും കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതി. അപ്പൊ നിസ്കാരത്തിന് കോട്ടം തട്ടിക്കുന്ന, നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന ഒരു കാര്യം നിസ്കാരത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് മലമൂത്ര വിസർജനം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതി. ഭക്ഷണം ആയിട്ടുണ്ടെങ്കിൽ, വിശപ്പുണ്ടെങ്കിൽ അത് ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിച്ചാൽ മതി എന്ന്. അതുപോലെ തന്നെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സ്ഥലത്ത് ആ മുമ്പിൽ ഒരു കർട്ടൻ തൂക്കി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമീത്തി അന്ന ഖിറാമക്കി ഹാദാ, നിന്റെ ഈ കർട്ടൻ ഒന്ന് മാറ്റി വിടുന്നു. ഫഇന്നഹു ലാ തസാലു തസാവിറുഹു തഅരിദു ലി ഫി സ്വലാത്തി. അതിൽ കുതിരയുടെ ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ആ ചിത്രങ്ങളൊക്കെ എന്റെ നിസ്കാരത്തിൽ എന്നെ അതിലേക്ക് ശ്രദ്ധ തിരിപ്പിക്കുന്നു. അത് ലാ തസാലു തസാവിറു, അതിന്റെ ചിത്രപ്പണികൾ തഅരിദു ലി ഫി സ്വലാത്തി, എന്റെ നിസ്കാരത്തിൽ എനിക്ക് അതിലേക്ക് നോക്കി പോകുന്നു, അത് പ്രകടമാകുന്നു. അതുകൊണ്ട് ആ വിധി മാറ്റണം എന്ന് പറഞ്ഞു. ഈ ഹദീസ് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിക്കുന്ന രൂപത്തിലുള്ള ചിത്രപ്പണികള് പള്ളിന്റെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ നിസ്കരിക്കാൻ വരുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിക്കുന്ന രൂപത്തിലുള്ള ചിത്രങ്ങളുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വരിക, അതുപോലെയുള്ള ആകർഷണീയമായ രൂപത്തിലുള്ള എഴുത്തുകളും കാര്യങ്ങളും, അതൊക്കെ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. മൊത്തത്തിൽ ചിത്രമുള്ളത് ഹറാമാണ് അല്ലെങ്കിൽ എഴുത്തുള്ളത് ഹറാമാണ് അങ്ങനൊന്നും പ്രയോഗമൊന്നും ഹദീസിലൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരുടെ നിസ്കാരത്തിൽ അവരെ കൊണ്ട് ശ്രദ്ധ തെറ്റിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കുക. അവ ചിത്രപ്പണികൾ ഉള്ളതും അതുപോലെ തന്നെ എഴുത്തുകളും ഒക്കെ ഉള്ളതൊക്കെ ഇട്ടിട്ട് നിസ്കരിക്കാൻ വരാതിരിക്കലാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത്, മറ്റുള്ളവരുടെ ശ്രദ്ധ തെറ്റാൻ കാരണമാകുന്നത് കൊണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നൽ മുസല്ലി യുനാജി റബ്ബഹു, നിസ്കരിക്കുന്നവൻ റബ്ബുമായിട്ട് മുനാജാത്ത് നടത്തുക. മുനാജാത്ത് പറഞ്ഞ രഹസ്യ സംഭാഷണം എന്നാ വാക്കിന്റെ അർത്ഥം. സ്വകാര്യമായിട്ട് പഠിച്ചോനോട് പറഞ്ഞുകൊണ്ടിരിക്കുക അവനവന്റെ കാര്യങ്ങൾ. അസ്സ വജല്ല, ഉന്നതനും പ്രതാപമാണ്. ഫൽയൻദുർ ബിമ യുനാജിഹി, അതുകൊണ്ട് ഓരോരുത്തരും നോക്കട്ടെ എന്താണ് പഠിച്ചോനോട് സംഭാഷണം നടത്തുന്നത് എന്ന്. വലാ യജ്ഹർ ബഅദുക്കും വലാ ബഅദുൻ ബിൽ ഖിറാഅ, ഖിറാഅത്ത് നിങ്ങൾ പരസ്പരം ശബ്ദത്തില് ഒരാൾക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിപ്പോകുന്ന രൂപത്തിൽ, വസ്വാസം ഉണ്ടാകുന്ന രൂപത്തിൽ ശബ്ദം ഉയർത്തി ഖിറാഅത്ത് പോലും നടത്തരുത്. നിസ്കാരത്തിലും പാടില്ല, നിസ്കാരത്തിന് പുറത്തും പാടില്ല. എന്ന് പറഞ്ഞാൽ ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവന്റെ നിസ്കാരത്തിന് ശ്രദ്ധ തെറ്റുന്ന രൂപത്തിൽ ശബ്ദം ഉയർത്തിക്കൊണ്ട് പള്ളിയിൽ നിന്ന് ഖിറാഅത്ത് നടത്താൻ പാടില്ല. പള്ളി ഇബാദത്തിനുള്ള, ഖിറാഅത്ത് ഒരു ഇബാദത്ത് തന്നെയാണ്, പക്ഷെ നിസ്കാരത്തിന് തടസ്സമാവാൻ പാടില്ല. അതുപോലെ തന്നെ നിസ്കരിക്കാൻ നിൽക്കുന്ന ആൾ, ചില ആളുകൾക്ക് ശുശു എന്ന് പറഞ്ഞ ഒച്ച ഉണ്ടാക്കി കൊണ്ട് നിസ്കരിക്കുന്ന ഒരു ഏർപ്പാട്, അത് പാടില്ല. തൊട്ടടുത്തുള്ള ആൾക്ക് വസ്വാസ് ഉണ്ടാകുന്ന രൂപത്തിൽ ശബ്ദം ഉയർത്താൻ പാടില്ല. റസൂൽ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമുക്ക് ഭക്തി ഉണ്ടാവാം, നമ്മൾ അവനവന്റെ ശരീരം കേൾക്കുന്ന രൂപത്തിലെ ശബ്ദം ഉയർത്താൻ പാടുള്ളൂ. നിസ്കാരത്തിൽ മറ്റു തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് വസ്വാസ് ഉണ്ടാകുന്ന, പ്രാർത്ഥനകൾ തെറ്റിപ്പോകുന്ന രൂപത്തിൽ ശബ്ദം ഉയർത്താൻ പാടില്ല. ഖിറാഅത്ത് പോലും പാടില്ല. അപ്പൊ പിന്നെ പള്ളിയിൽ നിന്ന് മറ്റുള്ള സംസാരത്തെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. ഖിറാഅത്ത് പോലും പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നവന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന രൂപത്തിൽ പാടില്ലെങ്കിൽ പിന്നെ മറ്റ് ഭൗതികമായ സംസാരത്തിന്റെ കാര്യമൊന്നും പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പൊ ഏതായിരുന്നാലും നമസ്കാരത്തിൽ പരമാവധി ശ്രദ്ധ ഉണ്ടായിരിക്കണം. റബ്ബുമായിട്ട് മുനാജാത്ത്, രഹസ്യ സംഭാഷണം നടത്തുകയാണ് എന്നാണ് റസൂലുള്ള പറഞ്ഞത്. അതുപോലെ തന്നെ പരമാവധി നിസ്കാരത്തില് ശ്രദ്ധ ഉണ്ടാവണം. ഖുർആനില് ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ,
നമസ്കാരക്കാർക്കാകുന്നു നാശം. അവിടെ നമസ്കാരത്തെ തൊട്ട് അശ്രദ്ധരായ നമസ്കാരക്കാർക്ക്. അപ്പൊ ഈ പറഞ്ഞത് എന്താ, നമുക്ക് ഒരു ധാരണ വേണം. എന്ന് പറഞ്ഞാല്, ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് തറാവീഹ് നിസ്കാരത്തിനൊന്നും വരുന്നില്ല. മോനെ സ്വകാര്യമായിട്ട് വിളിച്ച് ചോദിച്ചു നോക്കുമ്പോ, നിസ്കരിക്കുന്നവർക്ക് ആ നാശം എന്നല്ല റസൂൽ ഖുർആൻ പറഞ്ഞത്. തറാവീഹ് നിസ്കരിക്കാനൊക്കെ നിൽക്കുമ്പോൾ എന്റെ ചിന്ത പല വഴിക്കും പോകുന്നുണ്ട്, എന്തിനാ നിസ്കരിച്ച് നാശം വാങ്ങുന്നത്. അപ്പോ നമ്മൾ ഈ പറഞ്ഞതിന്റെ ആശയം എന്താ? ഇപ്പൊ വൈലുല്ലിൽ മുസല്ലീൻ, നിസ്കാരക്കാർക്കാകുന്നു നാശം, അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരായ. എന്ന് പറഞ്ഞാൽ എന്തിനാ നിസ്കരിക്കുന്നത്, എന്താണ് ഈ ചെയ്യുന്നത് എന്ന് യാതൊരു ബോധവും ഇല്ലാതെ കുറെ കവാത്ത് കാണിക്കുന്ന രൂപത്തിലുള്ള നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരം നാശം. അതുപോലെ തന്നെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, ഞാനും ഒരു മുസ്ലിമാണെന്ന് സൊസൈറ്റിയിൽ മുസ്ലിം സൊസൈറ്റിയിൽ അങ്ങാണെന്ന് കാണിക്കാൻ വേണ്ടി ഇടക്കും തടക്കവും ഒക്കെ പള്ളിയിലൊന്ന് കയറി നിസ്കരിക്കുക, അല്ലാതെ ആ നിസ്കാരത്തെ കുറിച്ചോ അതിന്റെ സമയത്തെ കുറിച്ചോ ഒരു ബോധമില്ലാതെ അങ്ങനെ നിസ്കരിക്കുന്ന നിസ്കാരക്കാർക്കും നാശം. ആ കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ നിസ്കാരത്തിൽ മനുഷ്യൻ എന്നുള്ള നിലക്ക് ഇപ്പൊ ശ്രദ്ധ തെറ്റിപ്പോവും. ഇപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന അടുക്കളയിൽ നിന്ന് ഒരു പാത്രം ശബ്ദം വീണ് ഒച്ച ഉണ്ടായാൽ നമ്മളെ മനസ്സിൽ വരും ആ പൂച്ച കയറിയിട്ടുണ്ട് അടുക്കളയിൽ നിന്ന്. അതുകൊണ്ട് അങ്ങനത്തെ നിസ്കാരക്കാർക്ക് നാശമല്ല. അത് നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഒരു വാഹനം ഓണടിച്ചാൽ നമ്മൾ മനസ്സിൽ വരും അവിടെ ഒരു വാഹനം വന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ നിസ്കാരക്കാർക്ക് നാശമൊന്നുമില്ല. നിസ്കാരത്തെ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരുടെ ബുദ്ധിയും ചിന്തയും പിടിച്ചു നിർത്താൻ പറ്റൂല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ചോദിച്ചു, റസൂലെ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ഇനിയിപ്പോ ഞങ്ങൾ എങ്ങോട്ടാ പോകേണ്ടതെന്നൊക്കെ ചിലപ്പോൾ ചിന്ത ഞങ്ങൾ മനസ്സിൽ വരാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് നിസ്കാരത്തിന് നാശം വരുക. റസൂലുള്ളാഹി പറഞ്ഞു, അതിലൊക്കെ സ്വാഭാവികമാണ്, മനുഷ്യൻ എന്നുള്ളവർക്ക് സംഭവിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അസ്ർ നിസ്കരിക്കുമ്പോ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി. സഹാബികൾ ചോദിച്ചു, റസൂലെ നിസ്കാരം ചുരുക്കിയോ? ചുരുക്കിയിട്ടില്ല. സാധാരണ റക്കായത്തിന്റെ എണ്ണം അള്ളാഹു വഹീമുഖനെ ചുരുക്കുക. എന്നാ താങ്കൾക്ക് തെറ്റിപ്പോയിട്ടുണ്ടല്ലോ? തെറ്റിപ്പോയിട്ടില്ല. അപ്പൊ നിസ്കരിച്ചത് 2 റക്അത്തേ ആയിട്ടുള്ളൂ, റസൂലുള്ളാഹിക്ക് ഓർമ്മയില്ല. അതൊരു സാധാരണ മനുഷ്യന്മാർക്ക് സംഭവിക്കാവുന്ന കാര്യം എന്നുള്ളവർക്ക് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു മറപ്പിച്ചതായിരിക്കാം. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി. അതുപോലെ സഹാബത്ത് പറഞ്ഞപ്പോ 2 റക്അത്ത് കൂടി നിസ്കരിച്ച് 2 സുജൂദ് ചെയ്തു. അപ്പൊ മനുഷ്യന്മാർക്ക് സ്വാഭാവികമായിട്ട് ഈ ചിന്ത തെറ്റിപ്പോവാ, ചിന്ത പല നിലക്ക് പോയി പോവാന്നുള്ളതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കും. പക്ഷെ നിസ്കാരത്തിന്റെ ഈ പ്രാർത്ഥനകളും സിക്റുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പരമാവധി ഇതിൽ തന്നെ പിടിച്ചു നിർത്താൻ പറ്റുകയും ശ്രദ്ധ നിസ്കാരത്തിൽ പിടിച്ചു നിർത്താൻ പറ്റുകയും അള്ളാഹുവിനോടാണ് സംഭാഷണം നടത്തുന്നതിൽ ബോധം ഉണ്ടായി കഴിഞ്ഞാൽ പരമാവധി ശ്രദ്ധ നിസ്കാരത്തിലാക്കാൻ പറ്റും. അത് മാത്രമാണ് നമ്മളെ കഴിവിന്റെ പരിധിയിൽപ്പെട്ട കാര്യം മാത്രമേ അള്ളാഹു എന്തായിട്ടുള്ളൂ, നമ്മൾ നിർബന്ധിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇപ്പൊ നിസ്കാരത്തിൽ പ്രത്യേകിച്ച് ഈ തറാവിയൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് ഈ ഇമാമിന് ഓതുന്ന സൂറത്ത് നമുക്ക് ആർക്കും അറിയുന്നതായിരിക്കില്ല. ഇനി അതിന്റെ അർത്ഥവും പലപ്പോഴും നമുക്കൊന്നും അറിയുന്നതായിരിക്കില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ചിലപ്പോൾ ശ്രദ്ധയൊക്കെ തെറ്റിപ്പോ. അങ്ങനത്തെ അതുകൊണ്ടൊന്നും നമസ്കാരക്കാർക്ക് നാശം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അത് വരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമസ്കാരത്തെ എന്തിനാണ് നിസ്കരിക്കുന്നത് ഒരു ബോധവും ഇല്ലാതെ കയ്യട്ടിയെ മാത്രം ഓർമ്മയുണ്ട്, പിന്നെ സലാം വീട്ടുമാ നിസ്കാരത്തിലായിരുന്നുള്ള ഓർമ്മയുണ്ട്, അങ്ങനെ ഏതായാലും നമ്മൾ ആവാൻ പാടില്ല. അതുപോലെ തന്നെ ആളുകളെ കാണിക്കാൻ വേണ്ടി രൂപത്തിൽ നിസ്കാരത്തെ കുറിച്ച് എന്താണ് ഇത് ഇബാദത്ത് എന്നുള്ള ബോധമില്ലാതെ ആളുകളെ കാണിക്കാൻ വേണ്ടി ഇടക്കും തലക്കൊക്കെ ഒന്ന് പള്ളിയിൽ കയറുന്ന രൂപത്തിലുള്ള നിസ്കാരവും നമ്മൾ എടുത്തുണ്ടാവാൻ പാടില്ല. ആ നിസ്കാരത്തെ കുറിച്ചാണ് ഫവൈലുൽ മുസല്ലീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഹദീസുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ മനസ്സിലാവും. ഏതായിരുന്നാലും ഈ നിസ്കാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി ശ്രദ്ധ നമസ്കാരത്തിൽ തന്നെ പിടിച്ചു നിർത്തിക്കൊണ്ട് നിസ്കരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു ആ ഇബാദത്ത് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള ആ ഇബാദത്ത് അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ, അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രൂപത്തിൽ നിർവഹിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമസ്കാരം എന്ന് പറഞ്ഞ ഇബാദത്ത് നമ്മളും നമ്മുടെ റബ്ബുമായിട്ടുള്ള ഹൃദയബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ നമസ്കാരക്കാരന് ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയും പ്രയാസവും അവനെ മാനസികമായി തളർത്തുകയില്ല. അസ്വസ്ഥത കൃത്യമായി നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് മാനസികമായ അസ്വസ്ഥത ഉണ്ടാവുകയില്ല. ഖുർആൻ പറയാം, ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ, മനുഷ്യൻ
അക്ഷമനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇദാ മസ്സഹു ശർറു ജസൂഅ, അവന് വല്ല തിന്മയും പ്രയാസവും ബാധിച്ചാൽ അവൻ അസ്വസ്ഥനായിക്കൊണ്ടിരിക്കും. വൈദാ മസ്സഹുൽ ഖൈറു മനുഅ, വല്ല നന്മയും ബാധിച്ചാൽ അത് ആരോടും പറയാതെ തടഞ്ഞു വെക്കുകയും ചെയ്യും. ഇല്ലൽ മുസല്ലീൻ, നമസ്കാരക്കാരൊഴികെ, അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമുൻ, അവിടെ നമസ്കാരത്തിൽ അവര് കൃത്യമായി ബോധത്തോടു കൂടി നിർവഹിക്കുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള നിസ്കാരക്കാരല്ലാത്തവരൊക്കെ അവര് അക്ഷമരായിരിക്കും, അസ്വസ്ഥരായിരിക്കും, എന്തെങ്കിലും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടുമ്പോൾ എന്നാണ്. ഖുർആൻ തന്നെ ജീവിതത്തിൽ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോ വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങള് ക്ഷമയോടെ നമസ്കാരം നിലനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുക എന്നാണ്. നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിലും നിസ്കാരത്തിന് ശേഷവും ആയിക്കൊണ്ട് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹിനോട് സഹായം തേടുക. കാരണം ഒരു മുഅ്മിൻ അറിയാം, ഞാൻ എൻ്റെ റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്, റബ്ബിനോടാണ് കാര്യം പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ നന്മയല്ലാത്തതൊന്നും എനിക്ക് റബ്ബ് വിധിക്കുകയില്ല. അതുകൊണ്ട് എന്ത് വിധിച്ചാലും എനിക്ക് പ്രത്യക്ഷത്തിൽ ഭൗതിക ലോകത്ത് പ്രയാസകരമായ കാര്യമാണെങ്കിൽ പോലും അതെന്റെ ഗുണത്തിന് വേണ്ടിയല്ലാതെ റബ്ബ് ഒരു തീരുമാനവും എടുക്കുകയില്ല. അങ്ങനെയുള്ളവനെ ജബ്ബാറാണ് റബ്ബ്. ജബ്ബാർ എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം അതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് ചില ആളുകൾക്ക് ജീവിതത്തിൽ ഒരു കുട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. ആ കുട്ടി ഒരു അപകടത്തിലോ അല്ലെ രോഗം വന്നോ മരിച്ചുപോയി. അപ്പോ അവിടെ അവൻ മരണപ്പെട്ട എനിക്ക് ഗുണം ഉണ്ടാവും ഒരു പക്ഷേ. അതുകൊണ്ട് ഞാൻ അക്ഷമനാവാൻ പാടില്ല, ഇത് ഖുർആൻ പഠിപ്പിച്ചതാണ്. എന്നിട്ടോ ആ കുട്ടിയുടെ മയ്യത്ത് മുമ്പിൽ വെച്ചിട്ട് നമ്മൾ എന്താ പറയുന്നത്? ആ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ, ആകെപ്പാട് ഒരു കുട്ടികൾ, ആ കുട്ടി മരണപ്പെട്ടു പോയി. ആ സമയത്തും അവന്റെ മയ്യത്ത് മുമ്പ് കൊണ്ടുവച്ച് നമ്മൾ നെഞ്ചത്ത് കൈയിട്ടിട്ട് എന്താ പറയാ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളെയും പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിനാകുന്നു സർവസ്തുതിയും. ജീവിതത്തിൽ തകർന്നു പോകുന്ന ഒരു ഘട്ടത്തിൽ പോലും ആ കുട്ടിയുടെ മയ്യത്ത് മുമ്പിൽ വെച്ചിട്ട് നമ്മൾ പറയാ അൽഹംദുലില്ലാ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ആ കുട്ടിക്ക് അള്ളാഹു സ്വർഗം കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടാവും. എനിക്ക് തൽക്കാലം ദുനിയാവ് കുറച്ച് പ്രയാസം ഉണ്ടായാലും. അതാ ഒരു മുസ്ലിമിന്റെ ചിന്ത അങ്ങനെയാ വരിക. അതുകൊണ്ടാ ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനുഅ ഇല്ലൽ മുസല്ലീൻ എന്ന് പറഞ്ഞത്. മനുഷ്യൻ അക്ഷമനായിക്കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവന് വല്ല പ്രയാസവും ബാധിച്ചാൽ അവൻ അസ്വസ്ഥത കാണിക്കും. അവന് നന്മ വല്ലതും ബാധിച്ചാൽ അത് ആരുടെ പോലും പറയാൻ അവൻ തടഞ്ഞു വെക്കുകയും ചെയ്യും. ഇല്ലൽ മുസല്ലീൻ, നിസ്കാരക്കാർ ഒഴികെ, അള്ളാഹിനെ കുറിച്ചുള്ള ബോധത്തോടുകൂടി നിസ്കരിക്കുന്നവർ ഒഴികെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, പതിവായി നമസ്കരിക്കുന്നവരാകുന്നു എന്ന്. അതുകൊണ്ട് തന്നെ നമ്മള് നിസ്കാരത്തിൽ അള്ളാഹുവിനോട് ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും മുഴുവൻ കാര്യങ്ങളും നമ്മൾ നിസ്കാരത്തിൽ പടച്ചവനോട് ചോദിക്കുന്നുണ്ട്. നമസ്കാരത്തിൽ നമ്മൾ അല്ലാഹുമ്മ ഗഫിർലി, അള്ളാഹു നീ എനിക്ക് പാപമോചനം നൽകണം, അത് ഏറ്റവും വലിയ ആവശ്യം, അള്ളാഹിന്റെ തൃപ്തി. വർഹംനി, നീ എന്നോട് കരുണ കാണിക്കണം. വജ്ബുർനി, എന്റെ എല്ലാ പോരായ്മകളും നീ പരിഹരിച്ചു തരണം. വർസുഖ്നി, നീ എനിക്ക് ഭക്ഷണം നൽകണം. വഹിദിനി, എനിക്ക് സന്മാർഗം നൽകണം. വർസുഖ്നി, നീ എനിക്ക് ഭക്ഷണം നൽകണം. ആഫിനി, നീ എനിക്ക് ആഫിയത്ത് നൽകണം, സുഖവും ആരോഗ്യവും നൽകണം. വർഫനി, നീ എന്റെ പദവികൾ ഉയർത്തി തരണം. ഫിദ്ദുന്യാവൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തും എന്റെ പദവിയും സ്ഥാനവും നീ ഉയർത്തി തരണം. അങ്ങനെ നിസ്കാരത്തില് അവനവന്റെ ശാന്തിക്കും സമാധാനത്തിനും ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും നിസ്കാരത്തിൽ ചോദിക്കുന്നു. മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്ക് വേണ്ടി നിസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ആ ഗൗരവത്തിൽ തന്നെ ചെയ്യണം. നമ്മുടെ ജീവിതത്തിന്റെ ഭൗതികമായ എല്ലാ നന്മക്കും ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ നിസ്കാരത്തിൽ ചോദിക്കുന്നു. ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും, കഴിഞ്ഞു പോയവരും വരാനിരിക്കുന്നവരുമായ മുഴുവൻ വിശ്വാസികൾക്ക് വേണ്ടി നമ്മൾ നിസ്കാരത്തിൽ ചോദിക്കുന്നു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ, അല്ലാഹുവേ ഞങ്ങളുടെ മേൽ നീ ശാന്തി ചൊരിയണം. ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെ മേൽ നീ ശാന്തി ചൊരിയണം. അപ്പൊ അള്ളാന്റെ അടിമകളായി ലോകത്ത് ആരൊക്കെ ജനിച്ചു മരിച്ചുപോയോ അവർക്ക് വേണ്ടി മുഴുവൻ നിസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും മുഴുവൻ കാര്യങ്ങളും നമ്മൾ നിസ്കാരത്തിൽ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള നിസ്കാരം, അള്ളാഹുമായി ഹൃദയബന്ധമുള്ള നിസ്കാരം, ആ നിസ്കാരം നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിനോട് അവന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ചോദിക്കുന്ന ഒരു മുഅ്മിൻ അവനൊരിക്കലും അസ്വസ്ഥനാവുകയില്ല, അക്ഷമനാവുകയില്ല. അവന് അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ഉണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുതത്വഹിരീൻ, മാനസികമായി
മാനസികമായ വിശുദ്ധി കൈവരിച്ചവരെയും ശാരീരികമായ ശുദ്ധി കൈവരിച്ചവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ, കാരണം നിസ്കാരത്തിലൂടെ നമ്മൾ ആദ്യം ശാരീരികമായ ശുദ്ധി ഉണ്ടാക്കും, പിന്നെ നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുമായി ബന്ധം പുലർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ട് മാനസികമായ വിശുദ്ധിയും നേടും. അങ്ങനെ ശാരീരികമായ വിശുദ്ധിയും മാനസികമായ വിശുദ്ധിയും നേടി നിസ്കാരത്തിലൂടെ അള്ളാഹുവിന്റെ തൃപ്തിയും ഇഷ്ടവും നേടിയെടുക്കുന്നവരായി തീരാൻ നിസ്കാരക്കാർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് നിസ്കാരത്തിലെ എല്ലാ പ്രാർത്ഥനകളെയും ദിക്റുകളെയും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ചെയ്യുന്നത് എന്ന ബോധത്തോടുകൂടി കൃത്യമായി ആ ഇബാദത്ത് നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. എങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുക്കുന്ന കൂട്ടത്തിൽ, ഇഹലോകത്തും പരലോകത്തും വിജയം കൈവരിക്കുന്നവരുടെ കൂട്ടത്തിൽ, മനഃശക്തിയോടുകൂടി മനഃശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി ഒരു പ്രതിസന്ധിയും പരീക്ഷണവും അവനെ ഏശുകയില്ല, അള്ളാഹു കണക്കാക്കിയതല്ലാതെ ഒന്നും വരാനില്ല എന്ന നീയത്തോടുകൂടി ആ ബോധത്തോടുകൂടി നിസ്കരിക്കുന്നവരായിരിക്കും ഒരു വിശ്വാസി. ആ നിലക്ക് ശരിയായ നിലക്ക് ആ ഇബാദത്ത് നിർവഹിച്ച് ഇഹലോകത്തും പരലോകത്തും വിജയം കൈവരിക്കാൻ സർവശക്തനായ റബ്ബ് എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബെ, ഞങ്ങളൊക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ ഇബാദത്തുകളൊക്കെ ഏറ്റവും നല്ലതായ നിലക്ക് നിനക്ക് തൃപ്തിപ്പെട്ട രൂപത്തിൽ നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങളുടെ ഈമാൻ നീ വർദ്ധിപ്പിച്ചു നൽകണേ റബ്ബെ. ഈമാനിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഉണ്ടാക്കില്ല റഹ്മാനെ. അന്ത്യദിനത്തിന്റെ എല്ലാ ഫിത്നകളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ ഇണകൾ സന്താനങ്ങൾ എല്ലാവർക്കും നീ പാപമോചനം നൽകുകയും ഞങ്ങളെ ഏവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പാപമോചനം നൽകണ റഹ്മാനെ. ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളെയും വിശ്വാസികളെ നീ യഥാർത്ഥ മുഅ്മിനായി ജീവിപ്പിക്കണ റഹ്മാനെ. മരിക്കുന്നവരെ നീ ഈമാനോടും തൗബയോടും കൂടി മരിപ്പിക്കണ റബ്ബെ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ നാഥ, അവരുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണ റഹ്മാനെ. അവരെ ഞങ്ങളിൽ നിന്നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഖബർ ശിക്ഷയിൽ നിന്ന്, നരക ശിക്ഷയിൽ നിന്ന്, മഹ്ശറിലെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണം റബ്ബെ. രണ്ട് ലോകത്ത് നീ ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ നീ റഹ്മത്തും ബർക്കത്തും ചൊരിയണം റബ്ബെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.